നമ്മൾ പുതിയതായിട്ട് 2 ചെറിയ റെഡ് ടൈൽ ജയന്റ് ഗോരാമികളെ വാങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ അവരെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവരെക്കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓരോ പോയിന്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എല്ലാ മെയിൻ പോയിന്റുകളും കവർ ചെയ്ത് പോവുകയാണ്. കാരണം ഈ ഒരു വീഡിയോ അത്ര വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. റെഡ് ടൈൽ ജയന്റ് ഗോരാമികളുടെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് മലേഷ്യയാണ്. മലേഷ്യയ്ക്ക് അടുത്ത് കിടക്കുന്ന ബോർണിയോ എന്ന് പറയുന്ന ഐലൻഡും ഇവരുടെ നേറ്റീവ് പ്ലേസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇവരുടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ തന്നെയാണ് ഇവരുടെ ബോഡി വരുന്നത്. അതായത് ഒരു സിൽവറിഷ് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. വലുതായി വരുമ്പോഴാണ് ഇവരുടെ ഫിൻസിൽ ആ ഒരു റെഡ് കളർ കയറി വരുന്നത്. എല്ലാ ജയന്റ് ഗോരാമികളിലും ഉള്ളതുപോലെ തന്നെ മെയിൽസിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുഴ അവരുടെ നെറ്റി ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കും. ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ നെറ്റി ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു മുഴയൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും മെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുറത്തേക്ക് നല്ല രീതിയിൽ തള്ളി നിൽക്കുന്ന ആ ഒരു മുഴ ഉണ്ടാവാറില്ല. ഈ നെറ്റി ഭാഗത്ത് വരുന്ന ഹമ്പൊക്കെ ഡെവലപ്പായി വരുന്നത് അവർ വളർന്നു വരുമ്പോഴാണ്. ചെറിയ സൈസിലൊന്നും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബ്ലാക്ക് ജയന്റ് ഗോരാമികളും ഈ റെഡ് ടൈൽ ജയന്റ് ഗോരാമികളെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് അത് ചെറിയ സൈസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇവരുടെ ചെകിളകളുടെ സൈഡിലായിട്ട് ഒരു ഡോട്ടും വാലിൻ്റെ അവിടെ നിങ്ങൾക്കൊരു ഡോട്ട് കാണാം. ഇത് ചില ബ്ലാക്കുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവിടെയാണ് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. പക്ഷേ ശ്രദ്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബോഡിയുടെ ആ ഒരു ഞാൻ പറഞ്ഞു നന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഇതാണെങ്കിൽ കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നീണ്ട ബോഡിയാണ് വരുന്നത്. അത് രണ്ടിനെയും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ റെഡ് ടൈൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് സൈസ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ടെയിൽ ഉണ്ടല്ലോ, ആ ടെയിൽ ഫിന്ന് അതുപോലെ തന്നെ ഡോർസൽ ഫിന്നും അതുപോലെ താഴത്തെ ഐനൽ ഫിൻ്റെ ആ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു റെഡിഷ് കളർ വരും. അത് ബ്ലാക്ക് ജയന്റ് ഗോരാമിക്ക് ഉണ്ടായിരിക്കില്ല ഈ ഒരു പ്രായത്തിൽ. ഈ ഒരു ചെറിയ സൈസിൽ നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ എന്നല്ല പറയുന്നത്. ഫിൻസിൻ്റെ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ടിൻറ്റ് കാണാമെന്നാണ് പറയുന്നത് ചെറിയ ബ്ലാക്ക് ജയന്റ് ഗോരാമികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇവരുടെ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവരൊരു 20 ഇഞ്ച് വരെയൊക്കെയാണ് സൈസ് വയ്ക്കാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം വളരെ വലിയ ടാങ്കുകൾ അല്ലെങ്കിൽ കുളങ്ങളിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൈസ് വയ്ക്കും, ഇതിനേക്കാളും സൈസ് വയ്ക്കും എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു 1-2 വർഷം ഇവരുടെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. ഇവരുടെ മാക്സിമം സൈസിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. ജുവനൈൽ സ്റ്റേജിൽ നിൽക്കുന്ന ജയന്റ് ഗോരാമികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം 3 ഫീറ്റ് സൈസ് വരുന്ന ടാങ്കാണ്. പിന്നെ അങ്ങോട്ടേക്ക് അഡൾട്ട് സ്റ്റേജൊക്കെ ആകുമ്പോൾ 6 ഫീറ്റ്, 7 ഫീറ്റ്, 8 ഫീറ്റ്. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് എത്രത്തോളം വലിയ സ്പേസ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഗ്രോത്തിലേക്ക് ഇത് വളരും. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വാട്ടർ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയാം. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 24 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. pH ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ pH റേഞ്ച് വരുന്നത് 6.5 മുതൽ 7.8 വരെയാണ്. പിന്നെ അമോണിയ നൈട്രൈറ്റ് ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 0 ppm ആണ് കാണിക്കേണ്ടത്. നൈട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 20 മുതൽ 30 ppm വരെ ആവാം. ppm എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ എന്നാണ്, യൂണിറ്റ് ആണ്. ഇനി നമുക്ക് ഫിൽട്രേഷനെ കുറിച്ച് പറയാം. ഇപ്പോൾ റെഡ് ടൈൽ ജയന്റ് ഗോരാമി എന്നല്ല, എല്ലാ ജയന്റ് ഗോരാമികളും നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനുകളാണ്. അതുകൊണ്ട് അക്വേറിയങ്ങളിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ കെനിസ്റ്റർ ഫിൽറ്ററാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതേസമയം ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബക്കറ്റ് ഫിൽറ്റർ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാട്ടർ ചേഞ്ചുകൾ ഒഴിവാക്കാവുന്നതാണ്. ഈ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 30% വെള്ളം മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാങ്കിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്ന വേസ്റ്റ് അല്ലെങ്കിൽ സ്ലറി നമ്മൾ ഹോസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് വലിച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ ചൂടുകാലങ്ങളിൽ വെള്ളത്തിൽ എയറേഷൻ കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ചൂടുകാലങ്ങളിൽ വെള്ളത്തിനകത്ത് ഓക്സിജൻ റീറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് പൊതുവേ ജയന്റ് ഗോരാമികൾക്ക് എയറേഷൻ വേണ്ട എന്ന് പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒബ്ലിഗേറ്റ് എയർ ബ്രീതേഴ്സ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ വന്നിട്ട് മുകളിൽ വന്നിട്ട് ബ്രീത് ചെയ്തിട്ട് പോകും. കാരണം ഇവർക്കതൊരു മസ്റ്റാണ്. പക്ഷേ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ഇവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൂടുകാലത്ത് ഈ ഒരു ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് നല്ല രീതിയിൽ അതിൽ കുറയും, വെള്ളത്തിൽ കുറയും. അപ്പോൾ ഇവർക്ക് സ്ട്രെസ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചൂടുകാലത്ത് എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഇവർ പൊതുവേ പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളാണ് എന്ന് പറയുമെങ്കിലും ഇവർ ടെറിട്ടോറിയൽ ആയിട്ടുള്ള മീനുകളാണ്. മറ്റ് മീനുകളെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാമെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിൽ മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവരുടെ ഡയറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മീനുകൾക്കും കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡ് ഇവർക്കും ഫീഡ് ചെയ്യാം. പക്ഷേ സൂക്ഷിച്ച് കൊടുക്കണമെന്ന് മാത്രം, ഓവർ ഫീഡ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന എല്ലാ നോൺ വെജ് ഫുഡും ഇവർക്കും കൊടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ മണ്ണിരകൾ, ചെമ്മീൻ, BSF ലാർവ അല്ലെങ്കിൽ മറ്റ് ലാർവകൾ, ബ്ലഡ് വേംസ്, ഇത്തരത്തിൽ മീനുകൾക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ നോൺ വെജ് ഫുഡുകളും ഇവർക്കും കൊടുക്കാം. ഇനി വരുന്നത് ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകളാണ്. ഇത് എല്ലാ ജയന്റ് ഗോരാമികളും കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത്. ചേമ്പിലകൾ, വാഴല, മുരിങ്ങയില, ലെറ്റ്യൂസ്, ക്യാബേജ്, സ്പിനാച്ച്, ക്യാരറ്റ്, കുക്കുംബർ, ആപ്പിൾ, പപ്പായ തുടങ്ങി നിരവധി വെജിറ്റേറിയൻ ഫുഡുകൾ ഇവർക്ക് കൊടുക്കാം. ബ്രീഡിംഗ് മറ്റ് ജയന്റ് ഗോരാമികളെ പോലെ തന്നെയാണ്. ഇവർ നെസ്റ്റ് ഉണ്ടാക്കിയാണ്, അതായത് റിയൽ നെസ്റ്റ് നാരൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയാണ് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നത്. റെഡ് ടൈൽ ജയന്റ് ഗോരാമിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് പൊതുവേ ഡിഫിക്കൽട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്. പക്ഷേ നമ്മൾ വാങ്ങിയ ഈ ഒരു ഫാമിൽ അവർ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്.
അങ്ങനെ ബ്രീഡ് ചെയ്തിറങ്ങിയ കുഞ്ഞുങ്ങളിൽ 2 നമ്മൾ വാങ്ങിയത്. ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ സ്ക്രീനിലും കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇവർ ബ്രീഡ് ആവാനായിട്ട് മെച്യൂർ ആകുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് മിനിമം 3 വർഷമാണ്, അല്ലെങ്കിൽ 3 വയസ്സാകുമ്പോഴാണ്. പിന്നെ ഇവരുടെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ 20 വർഷമൊക്കെയാണ് പറയുക. പക്ഷേ വളർത്തുന്നവരൊക്കെ പറയുന്നത് 30-35 വർഷം വരെയൊക്കെയാണ് ഇതിൻ്റെ ആയുസ്. നാച്ചുറൽ ഹാബിറ്റേറ്റുകളിലൊക്കെ വളരുമ്പോൾ ആയുസ് കൂടാനാണ് സാധ്യത. നമ്മൾ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ ആയുസ് കുറയാനുള്ള സാധ്യതയാണ് വരുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇവർക്ക് വരുന്ന കോമൺ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഒന്ന് ബ്ലോട്ടിംഗ് ആണ്, ഓവർ ഫീഡിംഗ് കൊണ്ടൊക്കെ വരുന്നതാണ്. വെള്ളം മോശമാകുന്ന സാഹചര്യത്തിൽ വരുന്നതാണ് ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഓസ്കാറുകൾക്കൊക്കെ വരുന്ന ഒരു സെയിം അസുഖം തന്നെയാണ്. വെള്ളത്തിന്റെ ഇഷ്യൂസ് കൊണ്ട് തന്നെ വരുന്നതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ്. പ്രത്യേകിച്ച് അനങ്ങാതെ കിടക്കുന്ന വെള്ളം, അത്തരം ടാങ്കുകളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഫിൻസ് ചീഞ്ഞ് വരുന്നത്. പിന്നെ ലൈറ്റിൻ്റെ ഒക്കെ സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കളർ ഫെയ്ഡ് ആവാറുണ്ട്. എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് വരാതെ നോക്കുക. വെള്ളം നല്ല ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുക, ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക, സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളിൽ വളർത്താനായിട്ട് ശ്രമിക്കുക, നല്ല ഫിൽട്രേഷൻ സെറ്റപ്പ്, മാക്സിമം അവരുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ റെഡ് ജെയിന്റ് ഗോരാമികളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ബ്രൈറ്റ് റെഡ് ആണ്. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ജെയിന്റ് ഗോരാമികളിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റിയാണ്, എക്സോട്ടിക് ആണ്, വളരെ ഇന്റലിജന്റ് ആണ്, നമ്മളുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങുന്ന ഒരു മീനാണ്. അതുപോലെ തന്നെ മഴവെള്ളം പ്രോബ്ലം ഇല്ലാത്തൊരു മീനാണ്. ഈ ഓസ്കാറുകളെ പോലെയൊന്നും മഴവെള്ളം പ്രശ്നം ഈ ഒരു മീനുകൾക്കില്ല. പൊതുവെ ഗൗരാമി വെറൈറ്റിയിൽ പെട്ട എല്ലാ മീനുകളും റെയിൻ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ മഴവെള്ളവുമായിട്ട് അഡാപ്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.